അപ്പോൾ ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് സിസ്റ്റർക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലായില്ല മുടി മാറിയിട്ട്. സിസ്റ്റർ പറഞ്ഞെന്താ അറിയാം, നിങ്ങളെ ഒച്ച കേട്ടിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഭയങ്കര മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ നമുക്കുള്ളിലൊരു വേറൊരു. പിന്നെ ഞാൻ ഫസ്റ്റ് വന്നേരം ഡോക്ടറോട് പറഞ്ഞു അനക്ക് ഹെയർ ബാൻഡ് ഇട്ട് നടക്കേണ്ട കണ്ടീഷനിലാക്കണം എന്ന് പറഞ്ഞു. ഞാനൊരു ജോലിയിൽ അങ്ങനെ ഡോക്ടറോട് പറഞ്ഞു. അപ്പൊ ഇപ്പൊ ഹെയർ ബാൻഡ് ഇടാണ്ട് നടക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഹെയർ ബാൻഡ് ഇട്ടാൽ മുടി തേച്ച് താഴെ പോവാ, അതാ പ്രശ്നം. എടുത്തു കഴിഞ്ഞാല് അത്ര ലെങ്താ മുടി. ലക്ഷമൊന്നും ആയിട്ടില്ല എനക്ക് ചെറിയ പൈസ ആയിട്ടുള്ളൂ, ചെറിയ പൈസ. പിന്നെ ലക്ഷാങ്കിൽ നമുക്ക് ബാങ്കിൽ ഇടാൻ ചോദിക്കേ, ചെറിയ പൈസക്കാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത്. ഈ പൈസ മറ്റുള്ള സ്ഥാപനത്തിൽ എന്നോട് പറഞ്ഞത്. അതെ, അതാ എനിക്കും പറയുള്ളത്. എനിക്കൊന്നൊരു സാധാരണ ഒരു ഫ്ലാറ്റ് സ്മാർട്ട് ഫോൺ വാങ്ങാനുള്ള പൈസ, ഒരു ഫോൺ വാങ്ങേണ്ട പൈസ ആയിട്ടില്ല. അതും ഇന്ന് ചില ആള് വിഗ് ഉപയോഗിക്കുന്നത്. വിഗിന് എത്രയാണ് എനിക്കൊന്ന് അത് വർഷത്തിൽ മെയിൻ്റെനൻസ്, അതല്ല ആ പൈസ എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വൺ ടൈം ഒറ്റ ടൈമിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒറ്റ പൈസയേ ഉള്ളൂ. നീ പറയുമ്പോൾ ഒരു ഫോൺ വാങ്ങുന്ന പൈസ ആയിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. ലക്ഷക്കണക്കിന് ഉറപ്പൊന്നും എന്റെ ഇതിന്റെ ഞാൻ പറയാം ഒരു 50 ഉറുപ്പ്യ ആയിട്ടില്ല, അറിയുന്ന പറയാം. ലക്ഷങ്ങളൊന്നും ആയിട്ടില്ല, ചെറിയ പൈസ ആയിട്ടുള്ളൂ. പിന്നെ എന്താ പറയേണ്ടത്, അതുകൊണ്ട് ആരും അങ്ങനെ പേടിക്കേണ്ട കാര്യം. ലക്ഷങ്ങളാവുന്നതാണ് ചില ആളെ വിചാരം, അതൊന്നുമില്ല. അപ്പൊ ഞാൻ വേറെ ക്ലിനിക്കിൽ പോയാൽ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാല് ഏകദേശം പിന്നെ 75,000, 1 ലക്ഷം അങ്ങനെയാണ്. 1 ലക്ഷം. പക്ഷെ എൻ്റെ ഈ ക്രാഫ്റ്റ് വെച്ചിട്ട് ലക്ഷങ്ങളായ കൂട്ടുണ്ട് എൻ്റെ നാട്ടിൽ ചെയ്ത് വേറെ സ്ഥാപനത്തിൽ ഉണ്ട്. 1,00,000 ചില്ലറ റുപ്യാണ് ചെയ്തു. അനക്ക് നേരെ പകുതി ആയിട്ടില്ല, അതാ ചിന്തിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ ഈ സ്ഥാപനം ഞാൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കലുണ്ട്, ഇങ്ങനെയുള്ള സ്ഥാപനത്തെ വിളിച്ചുകൊണ്ടിരിക്കലുണ്ട്. ഞാൻ പോയ കൺസൾട്ടേഷൻ ചെയ്ത സ്ഥാപനത്തെ വിളിക്കലുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം എത്ര പൈസ എന്ന് പറഞ്ഞു, ഒരു 75 അങ്ങ് മുകളിലോട്ടാ പറഞ്ഞു. പക്ഷെ എനക്ക് നേരെ അതിലും എത്രയോ കുറഞ്ഞിട്ടാ കിട്ടിയത്. മനസ്സിലായില്ലേ? അവർ നമ്മളാ ഇത്ര വെക്കണം, ഇത്ര വേണ്ടി വരുന്ന അങ്ങനെ പറയുന്നില്ല. നമുക്ക് പിന്നെ മാക്സിമം നോക്കാം എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്ര ഒന്നും ആയിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ച പൈസേന്റെ ഇതൊന്നും ഏറ്റവും നിങ്ങൾക്ക് ഏറ്റവും റിസൾട്ട് എവിടെയാ നല്ല നമ്മളെ ഉദ്ദേശം നമുക്ക് നല്ല ഇതാണ്. ആ റിസൾട്ട് നിങ്ങൾ നോക്കി ചെയ്യും. നോക്കാം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ഫ്രണ്ട് പറഞ്ഞ് എടാ ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്നു. ഞാൻ പറഞ്ഞു എന്നാൽ നീ ആദ്യം ചെയ്യുന്നു. അങ്ങനെ ഓൺ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. ഓൻ കാലിക്കറ്റുന്ന ചെയ്ത് ഓൻ 4000 ചില്ലറ ക്രാഫ്റ്റാണ് ചെയ്തത്. 4000 ചില്ലറ ക്രാഫ്റ്റ് ചെയ്ത് ഞാൻ പിറ്റേത്തെ മാസം വരുന്നത്. ഞാൻ പിറ്റേത്തെ മാസം ഓൻ പിന്നെ കാലിക്കറ്റുന്ന ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ എറണാകുളം പോകുന്നത്, ലാഡൻ സിറ്റി. അപ്പോൾ ഓൻ തന്നെ പറയും ചെയ്തു ആ ലാഡൻ സിറ്റി പിന്നെ നല്ല അഭിപ്രായമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ ഓൻ പിന്നെ 2022 ജൂലൈയിൽ ചെയ്തു, ഞാൻ ആഗസ്റ്റിൽ ചെയ്തു. ഇന്നും ഓൻ്റെ ഫുൾ ഫെയിലാണ്. ഈ ഒരു വർഷം 3 മാസമായി ഓൻ്റെ ഫുൾ ഫെയിലാണ്. എൻ്റെ ഫസ്റ്റ് 6 ഗ്രേഡിലുള്ള പോലെയാണ് ഇന്നും എൻ്റെ മുടിയുള്ളത്. ഓനെ ഞാൻ അധികം വിളിക്കും. ഞാൻ എൻ്റെ ഇട്ട് കൊടുക്കും. ഓൻ പറയടാ നീ വെച്ചത്, നിന്റെ ക്രാഫ്റ്റ് വെച്ചത് തേച്ചും വെച്ചതിലും ജാസ്തി വന്നിട്ടുണ്ട് എനിക്ക്. അങ്ങനെ ഓൻ പറയുന്നു, നിന്റെ മുടി വെച്ചതിലും ജാസ്തി വന്നിട്ടുണ്ടെന്ന് ഓൻ പറയുന്നത്. അപ്പോൾ പിന്നെ ഓൻ്റെ മുടി എന്ന് പറഞ്ഞാൽ 6 ഗ്രേഡാണ്. എൻ്റെ 6 ഗ്രേഡാണ്. ആ 6 ഗ്രേഡ് പോലെ ഓൻ്റെ ഇപ്പം മുടിയുള്ള 4000 ക്രാഫ്റ്റ് വെച്ചിട്ട് എത്ര 1,00,000 ചില്ലറ റുപ്യാണ്. അതാ പറഞ്ഞ ഇപ്പൊ ഈ മേഖല ഒരുപാട് ചതിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. പല സ്ഥാപനം അതായത് നമ്മൾ ഒരു ഇത് ഇറങ്ങാൻ കറക്റ്റ് അന്വേഷിച്ച് നല്ല റിസൾട്ടും കാര്യമെല്ലാം ഉള്ളിടത്ത് നമ്മൾ പോയി ചെയ്യാം. ഇതേപോലെ ചതിയിൽ പെടാതിരിക്കാം. അതിന് ആ ചെയ്യുന്നതിന് മുന്നേ ആദ്യം ഒന്ന് കറക്റ്റ് അന്വേഷിക്കുക, നല്ല റിസൾട്ട് കാര്യമല്ല എവിടെയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു നീ എന്തായാലും നമുക്ക് ലാഡൻ സീറ്റിൽ വേണ്ടി ഒന്ന് പോവാ, ഒന്ന് അന്വേഷിക്കാന്നെല്ലാം പറഞ്ഞു. ഓൻ പറഞ്ഞു ഞാൻ ഒന്നും കൂടി നോക്കട്ടെ, ഒന്നും കൂടി അവരുടെ ഒന്ന് പോയിട്ട് നോക്കാം എന്താണെന്നെല്ലാം പറഞ്ഞ് ഓൻ കഴിഞ്ഞ മാസം പോയിട്ട് എന്തോ GFC അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. അല്ലേ ലാഡൻ സിറ്റിയിൽ എത്തുവാൻ എന്തായാലും എത്തും. പിന്നെ ലാഡൻ സിറ്റി ഒന്ന് പക്ഷേ അങ്ങനെ ലാഡൻ സിറ്റി പോകാന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാം ഒന്ന് അന്വേഷിക്കും, നല്ല റിസൾട്ടാണ് അടുത്ത പൊതുവെ എന്ന് പറഞ്ഞു. ഓൻ്റെ ഇപ്പം മുടി ഫുൾ ഫെയിലിനാണ്, ഒന്നുമില്ല, മുടിയില്ല. എൻ്റെ 6 ഗ്രേഡിലാണ് ഓൻ്റെ ഇപ്പം 4000 ക്രാഫ്റ്റ് വെച്ചാലുള്ള കണ്ടീഷൻ. അത്ര പിന്നെ മാറ്റമുണ്ട്. ഇതിപ്പം നമ്മളെ പിന്നെ 1 വർഷത്തെ റിസൾട്ടാണ് ശരിക്ക്. പിന്നെ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, അതിൽ സംശയം വേണ്ട. അത്ര ആത്മവിശ്വാസമുണ്ട് നമുക്ക്, അത്ര കോൺഫിഡൻസ്. അതാണ് അത്ര കോൺഫിഡൻസ്. അപ്പോൾ ഇനിയും അഥവാ ചെയ്യാൻ താല്പര്യമുള്ള ഉറപ്പ് ഞാൻ എൻ്റെ ഒരു മുടിന്റെ റിസൾട്ടിൽ ഞാൻ തരുന്നത് നിങ്ങൾ ഒട്ടും ഭയപ്പെടണ്ട. ലാഡൻ സ്റ്റൈല് നിങ്ങൾക്ക് തീർച്ചയായും വരാം, അതിലൊന്നും പേടിക്കണ്ട.
നിങ്ങളുടെ മുതൽ മുടക്കുന്ന പൈസ എന്തായാലും നിങ്ങൾക്ക് വെറുതെ ആവില്ല. വെറുതെ അതിലൊരു ടെൻഷനും വേണ്ട. പിന്നെ നിങ്ങൾക്ക് മുടിയെല്ലാം വന്നാൽ വളരെ നിങ്ങൾ ആ ഒരു കോൺഫിഡൻറ്റ് ലെവല് വേറെ ആയിരിക്കും. ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇവിടുന്ന് സിസ്റ്റർ ഏകദേശം നമ്മൾ നല്ല സിസ്റ്ററായിട്ട് നല്ല പരിചയമായി പോയിരുന്നു. അന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ആ ഫസ്റ്റ് കണ്ടീഷൻ വരുന്ന സമയത്ത്. അപ്പോൾ ഈ 1 വർഷം കഴിഞ്ഞിട്ട് സിസ്റ്റർക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലായില്ല മുടി മാറിയിട്ട്. സിസ്റ്റർ പറഞ്ഞെന്താ അറിയാം, നിങ്ങളെ ഒച്ച കേട്ടിട്ടാണ് എനിക്ക് മനസ്സിലായത്, നിങ്ങളെ സൗണ്ടിലാണ് നിങ്ങളെ മനസ്സിലായത്. അതല്ല, നാട്ടിൽ തന്നെ നമ്മളിപ്പം പല ആള് ആകെ എന്താ വല്ല ഭയങ്കര മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ നമുക്കുള്ളിലൊരു അപ്പൊ സിസ്റ്റർ പറഞ്ഞു പറഞ്ഞാൽ നിങ്ങളെ അന്നത്തെ കണ്ടീഷൻ ഇന്നത്തെ കണ്ടീഷൻ ഭയങ്കര മാറ്റാട്ടാ പറഞ്ഞു. അപ്പൊ അതിൽ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി. പിന്നെ ഞാൻ ഫസ്റ്റ് വന്നേരം പിന്നെ ഇവിടുത്തെ ഡോക്ടറോട് പറഞ്ഞു അനക്ക് ഹെയർ ബാൻഡ് ഇട്ട് നടക്കേണ്ട കണ്ടീഷനിലാക്കണം എന്ന് പറഞ്ഞു. ഞാനൊരു ജോലിയിൽ അങ്ങനെ ഡോക്ടറോട് പറഞ്ഞു അനക്കൊരു ഹെയർ ബാൻഡ് ഇട്ട് നടക്കേണ്ട കണ്ടീഷനിലാക്കണം എനിക്ക് മുട്ടീന്ന്. അപ്പൊ അന്നെ നല്ലോണം അവർ കെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതാണ് എല്ലാവരും അവര് കെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ അത് തോന്നിയാണ് തോന്നും നമ്മളെ നിങ്ങൾക്ക് ഞാൻ പറയാം എനിക്ക് ഹെയർ ബാൻഡ് ഇട്ട് നടക്കണമെന്ന്. അപ്പൊ ഞാനിന്ന് സത്യം പറഞ്ഞ് ഞാൻ ഇന്ന് ഹെയർ ബാൻഡ് ഇട്ട് നടന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ ഹെയർ ബാൻഡ് ഇട്ടിട്ടില്ല. എനിക്ക് പിന്നെ എൻ്റെ നിലവിലുള്ള പഴയ കണ്ടീഷൻ എനിക്ക് ഇത്ര മുടി ഉണ്ടായിട്ടില്ല. അതാ ചിന്തിക്കേണ്ടത്. ഇത് ചെയ്തേരം എനിക്ക് ഭയങ്കര മുടിയായിപ്പോ ലെങ്ത് കൂടി. അപ്പൊ ഇപ്പൊ ഹെയർ ബാൻഡ് ഇടാണ്ട് നടക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഹെയർ ബാൻഡ് ഇട്ടാൽ മുടി തേച്ച് താഴെ പോകും. അതാ പ്രശ്നം. എടുത്തു കഴിഞ്ഞാല് അത്ര ലെങ്താ മുടി. ഒന്ന് പറയാം, ഞാൻ പിന്നെ വെച്ച മുടി മുറിച്ചില്ല ഇതുവരെ. പിന്നെ സൈഡും ബാക്കും മാത്രം ഒപ്പിക്കലേ ഉള്ളൂ. അങ്ങനെ പോട്ടെ, നമ്മളെ ആഗ്രഹങ്ങളല്ലേ. ഞാൻ നീട്ടൽ തന്നെയാണ് ഇനി ആഗ്രഹങ്ങൾ അങ്ങ് നടക്കട്ടെ. ഞാൻ ഒരുപാട് തവണ മുറിച്ചോ. ഞാൻ മന്ത്ലി മുടി മുറിക്കാറുണ്ട്. ഞാൻ മന്ത്ലി മുറിക്കാറുണ്ട്. മന്ത്ലി സൈഡും ബാക്കും മാത്രം ഒപ്പിക്കും. പിന്നെ വെച്ച ഭാഗം മുറിക്കില്ല, സൈഡും ബാക്കും ഒപ്പിക്കും. വെച്ച നല്ല ലെങ്തായി ആവുകൊണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മളെ പിന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റ് എക്സ്പീരിയൻസ്. അപ്പോൾ വെക്കാൻ ഉദ്ദേശിക്കുന്നവരൊന്നും പേടിക്കാനില്ല, ധൈര്യത്തോടെ. പെയിനിന്റെ ഭാഗമൊന്നും പിന്നെ പേടിക്കണ്ട. പിന്നെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല കേട്ടോ. നമ്മൾ ഈ പുറം തൊലിക്കാന്ന് ഈ പിന്നെ മുടി വെക്കുന്നത്, പുറം തൊലിക്ക് മാത്രം വെക്കുന്നത്. അപ്പോൾ വേറെ ഒരു സൈഡ് എഫക്റ്റ് ഇല്ല. നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല സുബി. ഒരു പ്രശ്നമില്ല. അതിന് വെച്ചതിന് ശേഷം ഒരു ബുദ്ധിമുട്ടില്ല. പലയാൾക്കും പേടിയുണ്ട്. ചില സമയം വെച്ചതിന് ശേഷം തലവേദനയോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനത്തെ ഒന്നും ഇതുവരെ ഒരു വർഷത്തിലറിയില്ല. ഒരു പ്രശ്നമില്ല. പിന്നെ ഒന്നുമില്ല. നമുക്ക് ആ ഒരു 10 ദിവസം പിന്നെ ചെറുങ്ങനായ കിടന്നിട്ട് അന്നക്ക് വെള്ളം ഉപയോഗിച്ച് കിടന്ന് ആ ഒരു ഇത് മാത്രം. വേറെ നമുക്കൊരു പ്രശ്നമില്ല, ഒന്നുമില്ല. പെയിൻ ഒന്നുമില്ല, തല ചൊറിച്ചലോ അങ്ങനെ ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. ഇതുവരെയായിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ധൈര്യത്തോടെ നിന്നു. ആരും ഇപ്പൊ ഒരുപാട് വീഡിയോസ് ഇപ്പൊ യൂട്യൂബിലെല്ലാം ലഭ്യമാണ്. യൂട്യൂബിലെല്ലാം നോക്കുക, അങ്ങനെ വരിക, അന്വേഷിച്ചിട്ട് വരിക. നല്ല റിസൾട്ടാണ് എടുത്തത്. നല്ല റിസൾട്ടാണ് പൊതുവെ അഭിപ്രായം. നല്ല റിസൾട്ടാണ്. നമുക്ക് തന്നെ എക്സ്പീരിയൻസിൽ നല്ല റിസൾട്ടാണ്.